ഹായ് ആൾ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ 2 ദിവസം കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് നിമിഷപ്രിയയാണല്ലേ. അപ്പോൾ യമനിൽ അതായത് തൂക്കുകയർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ നിമിഷപ്രിയ. അപ്പോൾ നിമിഷപ്രിയ എന്ന് പറയുന്നത് ഒരു നേഴ്സാണ്, മെഡിക്കൽ ഫീൽഡിൽ യമനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ സ്റ്റോറിയൊക്കെ അവരുടെ സ്റ്റോറിയൊക്കെ യൂട്യൂബ് ചാനലുകളിലും ഒരുപാട് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം യമൻ പൗരനെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടാണ് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന സൈറ എന്ന് പറയുന്ന യമൻ സ്ത്രീക്ക് ജീവപര്യന്തമാണ് ശിക്ഷ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ നിമിഷപ്രിയ കേസ് വീണ്ടും ചർച്ചയിലേക്ക് വരാനുള്ള കാരണമെന്ന് വെച്ചാൽ അവരുടെ വധശിക്ഷ ഈ ഒരു വീക്കിലാണ് വച്ചിരുന്നത്. പക്ഷേ അതിന് അവരുടെ അമ്മയും ഹസ്ബൻഡും ഒക്കെ ഒരുപാട് ശ്രമിച്ചു വധശിക്ഷ മാറ്റി കിട്ടി അവരെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നിട്ടും നമ്മുടെ മുമ്പത്തെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ, അബ്ദുൽ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് ക്രൗഡ് ഫണ്ടിങ് ചെയ്ത് ആളെ അതായത് വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിച്ചത്. അതുപോലെ ഇവിടെ ചെയ്യാമെന്ന് ശ്രമിച്ചിട്ടും ഈ തലാൽ എന്ന് പറയുന്ന യമൻ അതായത് കൊല്ലപ്പെട്ട തലാൽ എന്ന് പറയുന്ന ആളുടെ ഫാമിലി അത് വേണ്ട, അത് സ്വീകരിക്കുന്നില്ല എന്ന് പറയാൻ വധശിക്ഷ തന്നെ നടപ്പാക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ നിമിഷപ്രിയ അവിടെ ചെന്നിട്ട് ഒരുപാട് ഇയാളെ കൊണ്ടിട്ട് ചതിയിൽ പെട്ടിട്ടുണ്ട്. അപ്പം അത് എല്ലായിടത്തും പറഞ്ഞിട്ടും അവർ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒരു പാമ്പ്, ആ പാമ്പിനെ നമ്മൾ ചവിട്ടിയാലായിരിക്കുമല്ലോ ആ പാമ്പ് തിരിച്ച് നമ്മളെ ഉപദ്രവിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കണം അവർ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും അത് എന്ന് വെച്ചാൽ അറബ് രാജ്യങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് നിയമം. അപ്പോൾ ഇപ്പോൾ ഇതിൽ ചർച്ചയിൽ വരാനുള്ള മെയിൻ കാരണമെന്ന് വെച്ചാൽ കാന്തപുരം ഉസ്താദ് ഇതിൽ ഇടപെട്ടു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചർച്ചയിൽ വരുന്നത്. അപ്പോൾ അദ്ദേഹം ഇടപെട്ട് അവിടുത്തെ ഉള്ളൊരു സൂഫി വര്യനുമായിട്ട് സംസാരിച്ച്, യമനിലെ ഒരു സൂഫി വര്യൻ ആയിട്ട് സംസാരിച്ച് ഈ വധശിക്ഷ നീട്ടിവെച്ചു. ഇപ്പോൾ അതായത് സംസാരിക്കാൻ ചെന്നത് വധശിക്ഷ ഇല്ലാതാക്കണം എന്നുള്ളൊരു റിക്വസ്റ്റുമായിട്ടാണ്. അപ്പോൾ നിമിഷപ്രിയയെ വെറുതെ വിടണം എന്നുള്ള ഏത് വലിയൊരു തെറ്റ് ചെയ്തൊരാൾക്കായിരുന്നാലും ഒരു തവണത്തെ മാപ്പ് കൊടുക്കുമല്ലോ. ഈ തലാൽ എന്ന് പറയുന്ന ആളും നല്ല പുള്ളിയൊന്നും ആയിരുന്നില്ല, അത്രയ്ക്കും അനുഭവിച്ചിട്ടായിരിക്കുമല്ലോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിമിഷപ്രിയ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവർ പറയുന്നുണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവർ ഈ ഒരു മരുന്ന് കുത്തിവെച്ചത് എന്ന്. അപ്പോൾ അത്രയും അവർ അവിടെ നിന്നും അനുഭവിച്ചു. അങ്ങനെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ആയിരുന്നെങ്കിലോ. എന്നാലും അവരൊരു വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്തൊരു ആൾക്കാരാണ് അവിടെ ഉള്ളത്. അതായത് ഈ തലാൽ എന്ന് പറയുന്ന ആളുടെ അവർ ഭയങ്കരമായിട്ടുള്ള ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പം അവർക്ക് ഇത് തന്നെ ഈ മരണത്തിന് മരണം തന്നെ ശിക്ഷ എന്നുള്ള ചിന്താഗതിക്കാരായതുകൊണ്ട് തന്നെ അവര് ബ്ലഡ് മണി അതായത് ഈ ബ്ലഡ് മണി അവർക്ക് വേണ്ട, അവരുടെ അഭിമാനത്തിന് ക്ഷതം വരും എന്നുള്ള രീതിയിലാണ് അവർ ബ്ലഡ് മണി വേണ്ട, സ്വീകരിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാന്തപുരം ഉസ്താദ് അവിടെ ചെന്ന് അവിടുത്തെ ഒരു യമനിലെ ഒരു വലിയൊരു സൂഫി വര്യനുമായിട്ട് സംസാരിച്ച് ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അവരുടെ കുടുംബക്കാരുമായിട്ട്, അതായത് ഈ യമനിലുള്ള സൂഫി വര്യനും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരനുമായി ബന്ധപ്പെട്ട് അവരൊരുമിച്ചിരുന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുകയും ഈ ശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയയെ ഒഴിവാക്കുകയും അത് ഒഴിവാക്കി തരാമെന്നവർ പറഞ്ഞാൽ ഏത് രീതിയിലെങ്കിലും ആ ബ്ലഡ് മണി അവരെത്രയാണോ ചോദിക്കുന്നത് അത് അവർക്ക് കൊടുത്ത് ഈ വധശിക്ഷ ഒഴിവാക്കാനാണ് കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതല്ലേ നമ്മുടെ കേരളത്തിൽ ജാതി മതം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇത്രയും ചെയ്യാനിറങ്ങിയ ഉസ്താദിനെ പോലും ഇപ്പോൾ ഒരുപാട് പേര് എന്തെന്ന് പറയുക കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് അങ്ങനെ സംസാരിക്കുന്നതെന്ന് അറിയില്ല. കാരണം അദ്ദേഹം ഒരു ജീവനെ സംരക്ഷിക്കാനാണ് ഇവിടെ നിന്നും അത്രയും ദൂരം ഈ വാർദ്ധക്യകാലത്തും അവിടെ ചെന്നെത്തി അവിടുത്തെ ഇതുപോലത്തെ ഒരു ഉസ്താദുമായിട്ട് സംസാരിച്ച് അതൊരു ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെയും ഈ ജാതിപരമായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പല രീതിയിൽ മോശമായിട്ട് അതിനെ ചിത്രീകരിച്ച് വ്യാഖ്യാനിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഈ പറയുന്നവരൊന്ന് ചിന്തിക്കുക, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതെന്തായിരുന്നാലും എത്രയും പെട്ടെന്ന് ആ ചർച്ച വിജയിക്കട്ടെ, നിമിഷപ്രിയയെ ഈ തൂക്കുകയറിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവരാൻ എന്തായിരുന്നാലും കഴിയട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കാന്തപുരം ഉസ്താദ് നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താനായിട്ട് അവരുമായി സംസാരിക്കാൻ പോകുന്നത്, അതായത് സംസാരിച്ചു കഴിഞ്ഞതും അപ്പോൾ ഇനി അവരുമായിട്ടുള്ള ചർച്ചയിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.